പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവൻ പരീശന്മാരവരുണ്ട്, ശാസ്ത്രിമാരവരുണ്ട്, ചുങ്കക്കാരവരുണ്ട്, അല്ലെ പാപികളുണ്ട്, ശിഷ്യന്മാരുണ്ട്, സത്യത്തിൽ പ്രസംഗിക്കാൻ കേൾക്കാൻ വന്നവരുണ്ട്, വെറുതെ കാണാൻ ഇതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നവരുണ്ട്. അവരോട് എല്ലാം സംസാരിക്കുന്ന ഉപമയാ 15-ാം അധ്യായം. അപ്പൊ ആ ക്രൗഡ് അവിടെ വന്നപ്പോൾ തന്നെ 14-ാം അധ്യായം തുടക്കത്തിൽ പറയുന്നു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ക്രൗഡിനെ യേശു അവോയ്ഡ് ചെയ്യണമെന്നല്ല. Why we see a category of people in chapter 15, the tax collectors, the sinners, and we see the Pharisees, the scribes, the disciples, the common people, all of them are present, and Jesus speaks a parable to them. 15-ാം അധ്യായത്തിലെ ആ ഉപമ ഇവരെല്ലാം വെച്ചുകൊണ്ട് പറഞ്ഞ് യേശു സംസാരിക്കുമ്പോൾ chapter number 16, Jesus suddenly turns to the disciples and starts talking to them. എന്തായിരിക്കും യേശു അങ്ങനെ ചെയ്തത്? 15-ാം അധ്യായത്തിൽ 3 ഉപമയാണുള്ളത്. There are 3 parables in chapter 15. The parable of the lost sheep, the parable of the lost coin, the parable of the prodigal son. അല്ലെ, നഷ്ടപ്പെട്ടു പോയ 100-ൽ ഒരാള് നഷ്ടപ്പെട്ടു. അതിൽ 10 കോയിൻസ്, നാണയത്തിൽ 1 നാണയം നഷ്ടപ്പെട്ടു. 2 മക്കളിൽ 1 മകൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് യേശു പറയുന്നത്, ഞാൻ ഒരിക്കലും പറയുന്നു, അവിടെ ആരൊക്കെയുണ്ട്? ഫാരിസീസ് ഉണ്ട്, ശാസ്ത്രിമാരുണ്ട്, ചുങ്കക്കാരുണ്ട്. ഇവരെല്ലാവരും വന്നപ്പോ അവരെ നിർത്തിക്കൊണ്ട് ഈ ഉപമ യേശു പറയുക. എന്താണ് കാരണം? ഞാൻ ചിന്തിച്ചപ്പോ ഈ ശാസ്ത്രിമാരായി ചോദ്യം ചോദിക്കണം. 15-ാം അധ്യായത്തിൽ അവന്റെ ഉള്ളിൽ അവരെ മർമ്മം ചെയ്യുവാൻ പിറുപിറുക്കുക. എന്തോ പിറുപിറുക്കുന്ന 2-ാം വാക്യം 15-2 ഇവർ നോക്കുമ്പോൾ യേശു കാണുന്ന എല്ലാ പാപികളെ പിടിച്ച് അവരെ സ്നേഹിക്കുന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, എല്ലാം ചെയ്യണം. ഇവരുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ഇരിക്കുന്നത്. അങ്ങനെ പെരുമാറുന്ന ഇവരോട് യേശു അനുഭവമാണ്. വന്ന് സൗഖ്യം പ്രാപിക്കാൻ വന്നവരുമുണ്ട്, ചുങ്കക്കാരുമുണ്ട്, പാപികളുമുണ്ട്, ഫാരിസീസുമുണ്ട്, സ്ക്രൈബ്സുമുണ്ട്. എല്ലാവരും വന്നപ്പോ അവർ പിറുപിറുത്തവരോട് യേശു അനുഭവമാണ്. പിറുപിറുത്തവരോട്. അപ്പൊ അവിടുത്തെ ഉപമ ബാക്കി എല്ലാവരും വന്നപ്പോൾ തന്നെ ആരെ ടാർഗറ്റ് ചെയ്തത്? ഫാരിസീസ് ആൻഡ് സ്ക്രൈബ്സ്, പിറുപിറുക്കുന്ന ആ കൂട്ടരോട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമാകുന്ന വലിയ കാര്യമല്ല. അല്ല, അവര് പറയും ഭാവി അപ്പൊ ഒരാൾ നരകത്തിൽ പോയാൽ അവർക്ക് വിഷയമേ അല്ല. ആ ഒരാൾ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, യേശു വന്നവരുടെ ഡിവർ കഴിക്കുന്നത്. അതാണ് പ്രശ്നം. These Pharisees and scribes, they're least bothered about a sinner, about a person who is dying in sin. They want to tell Jesus, please don't associate with sinners. Don't eat dinner with them. Talk to people like us, Pharisees. We know the Bible, we know the Torah, we know everything. അപ്പോൾ ഇവർക്ക് പാപികൾ നഷ്ടമായാലും ഇവർക്കത് വിഷയമല്ല. അങ്ങനെ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമല്ല. അവരെ നോക്കി യേശു അത് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 15-ാം അധ്യായത്തിൽ യേശു പെട്ടെന്ന് ശിഷ്യന്മാരോട് നോക്കി. ഞാൻ ഇവിടെ പറയുന്നു, ഈ ക്രൗഡ് ഓൾറെഡി അവിടെ ഉണ്ട്. This crowd is already there. And yet Jesus suddenly turns to the disciples and starts talking to them. 15-ാം അധ്യായം ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. ഒരു ധനവാനായ വ്യക്തി, there was a rich man who had a lot of wealth and a lot of property. ധനികനായ വ്യക്തി, തനിക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, ഇതെല്ലാം നോക്കാൻ ഒരു മാനേജറിനെ നാം വെച്ചിട്ടുണ്ട്. And there was a manager who was appointed to take care of him. ഈ ധനവാനായ വ്യക്തിയോട് ചിലർ വന്നൊരു കംപ്ലൈന്റ്. Some people, some common people, they came and spoke
against this manager to the rich man. വന്നെന്താ പറഞ്ഞത്? ഇവനെല്ലാം ഇവൻ കാണിക്കുന്നത് അഴിമതിയാ, ഇവൻ വിശ്വസിക്കല്ല. അങ്ങനെ ചിലർ പറഞ്ഞപ്പോ രണ്ടാം വാക്യം, ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവൻ അവനെ വിളിച്ചു. അപ്പൊ ധനവാനായ വ്യക്തി മാനേജറിനെ വിളിച്ചു. നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല. Rich man is telling to this manager, I heard complaints about you. Take your resignation letter. Or termination, not resignation letter. Take your termination letter. In the termination letter, I will go. നിനക്ക് ഇനി പോസ്റ്റ് തുടരാൻ പറ്റില്ല. അടുത്ത വാക്യം മൂന്നാമത്തെ വാക്യം, എന്താണ് കാര്യവിചാരകൻ? ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരകത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. അപ്പൊ ഈ വ്യക്തി, this manager, when he is told that you have been terminated, immediately he starts talking to himself. തന്നോട് നമ്മൾ സംസാരിച്ച് പറയും, അയ്യോ എന്റെ ജോലി പോയി, ഇനി ഞാൻ എന്തോ ചെയ്യും. സാധാരണ ഒരു അക്കൗണ്ടന്റ്, കാരണം ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ നമുക്ക് നോക്കാം, തന്നെ കുറിച്ചൊരു കമ്പനി പറഞ്ഞാൽ അവർ ആദ്യം എന്താ ചെയ്യും? അവരെ ഡിഫെൻഡ് ചെയ്യും. അല്ലാതെ എന്റെ അടുത്ത് റിപ്പോർട്ട്സ് ഉണ്ട്, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പേപ്പറിലായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. Any accountant or any financial manager, what he will do when an accusation is brought against him, he will try to defend himself. തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ അദ്ദേഹം ഒന്നും ചെയ്തില്ല. യേശു ഇതിനെ നോക്കി പഠിക്കും. നിങ്ങളോ ജീസസ് is telling you have to learn from him. നമ്മൾ അതിന് കാരണമില്ല. ഇവനെ നോക്കി പഠിക്കാൻ എന്താ പറഞ്ഞറിയാമോ? ഇവൻ അറിയാം ഡിഫെൻഡ് ചെയ്യുന്ന കാര്യമില്ല, കേസിനകത്ത് നമ്മൾ തെറ്റ് ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിൽ കൂടെയോ ഇല്ലെങ്കിൽ അതിലൊരു പ്രസംഗത്തിൽ കൂടെ നമ്മുടെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് ദൈവവചനം പറഞ്ഞതല്ല, പരിശുദ്ധാത്മാ ബോധ്യമായിട്ടല്ല, അതേ കർത്താവേ തെറ്റ് സംഭവിച്ചു. അത് യേശു പറയുന്നത് നോക്കി പഠിക്കും. നിന്നെ ആരെങ്കിലും ഒരു ചൂണ്ടിയാൽ ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യും. ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ ഡിഫെൻഡ് ചെയ്യും. യേശു പറയുന്നു, ഈ അനീതി കാണിക്കുന്ന മാനേജറെ നോക്കി പഠിക്ക്, ഇവൻ തന്നെ താൻ ഡിഫെൻഡ് ചെയ്തില്ല. എന്നറിയാമോ? ഈ വ്യക്തിക്ക് അറിയാം, എന്റെ ഈ ബോസിന്റെ അടുത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും കേസ് ഞാൻ തോറ്റു. ഒരു കാര്യം പറയട്ടെ, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളെ എത്ര മാത്രം നമ്മളെ ഡിഫെൻഡ് ചെയ്താലും അവസാനം ജയിക്കുന്ന നീതിമാനായ ദൈവം. The righteous Lord will win, and there is no point in trying to do something. എങ്കിലും ഈ വ്യക്തി പിന്നെ എന്താ ചെയ്തത്? നമ്മൾ പറയുമോ എന്റെ ജോലിയിൽ പോയാൽ ഞാൻ എന്താ ചെയ്യണം? ഓക്കെ, വായിക്കാം. മൂന്നാം വാക്യത്തിൽ വായിച്ചു. കിടക്കാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരക്കാൻ ഞാൻ നാണിക്കുന്നു, എനിക്ക് ഭിക്ഷ യാചിക്കാനും പറ്റത്തില്ല. എന്റെ കാര്യവിചാരകത്തിൽ നിന്ന് നീക്കിയാൽ മതി. ശ്രദ്ധിക്കണം, ഇവിടെ ആഴമായ കാര്യങ്ങളുണ്ട്. This manager is saying, I cannot deal, I cannot beg. സഹോദരൻ വിളിച്ചാണോ കിടക്കാണോ വിളിച്ചത്? ഭിക്ഷ യാചിക്കാണോ വിളിച്ചത്? അല്ലല്ലോ, നിന്നെ വിളിച്ചത് എന്താണ്? ഒരു ധനവാന്റെ കാര്യസ്ഥനായി നീതിയോട് വിശ്വസ്തയോട് പ്രവർത്തികൾ ചെയ്യാനാണ് വിളിച്ചത്. അപ്പൊ അവിടെ ഫെയിലായപ്പോ താൻ തന്നോട് തന്നെ പറയാ, എനിക്ക് കിളയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭിക്ഷ യാചിക്കാനും. എന്തിനാ? എന്റെ കോറ ഒങ്ങിയിരിക്കുന്നത്, എനിക്കിന്ന് കോറിന്റെ ശക്തി ഇങ്ങനെ പൊക്കിയായിരുന്നു. എന്റെ കോറ എനിക്ക് ഭിക്ഷ യാചിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരാ? ഞാനൊരു മാനേജർ പോസ്റ്റിലുള്ള വ്യക്തി. ശ്രദ്ധിക്കണം, ജീസസ് is telling us that this manager says to himself, I cannot dig, I cannot beg. അതിനൊരു ആഴമായ അർത്ഥമുണ്ട്. ഈ വ്യക്തിയെ വിളിച്ചത് തനിക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കർത്താവ് ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി വിശ്വസ്തയോടെ ചെയ്താൽ മതി. ഒരുപക്ഷെ എന്റെ
എനിക്ക് ഇൻസ്ട്രുമെന്റ് വായിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ കർത്താവ് അതിനല്ല വിളിച്ചേക്കുന്നത്. കർത്താവ് എന്നെ ഏത് കാര്യത്തിന് വിളിച്ചോ ഞാൻ അത് വിശ്വസ്തയോടെ ചെയ്യും. അത് വിശ്വസ്തയോടെ ചെയ്യും. ആ ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കും. ഓക്കെ, 4-ാം വാക്യം. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ ആ. അവരെന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ ആ. തക്കവണ്ണം ആ. ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് എനിക്ക് അറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അവൻ താൻ ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്നെന്തായാലും ജോലിക്ക് പറഞ്ഞുള്ളൂ. ഒരു പക്ഷെ ഞാൻ ഇതെല്ലാം അനീതിയായിട്ട് ഉണ്ടാക്കിയ പണമായിട്ട് എന്റെ കയ്യിൽ പണം മൊത്തം തിരിച്ചെടുക്കുമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് I have decided what to do so that when I dismiss this manager, people may welcome me into their homes. എന്നെ ജോലിയിൽ പറഞ്ഞ് വഹിക്കുന്നതിന് ശേഷം ഈ വ്യക്തികൾ എന്നെ വിളിക്കണം, അവന്റെ വീട് വെൽക്കം ചെയ്യണം. ആരെ വ്യക്തികൾ? ഇവൻ തന്നെ കമ്പനി പറഞ്ഞത്. ഇവൻ നീതിമാനല്ല. അവൻ താൻ പറയുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്റെ കംപ്ലൈന്റ് പറഞ്ഞ വ്യക്തികളുടെ വീട്ടിൽ അവരെനിക്ക് കിടക്കുന്ന സ്ഥലം തരണം, അവരെനിക്ക് തികർ തരണം, അവരെന്നെ സ്വീകരിക്കണം. അപ്പൊ അവൻ എത്ര ബുദ്ധിമാനാണ്. These are the people who have complained to the rich man about him. And this manager decides, I have an idea that I will use so that these people will welcome me back to their homes. അതാണ് ചെയ്തത്. 5-ാം വാക്യം. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ആ. ഓരോരുത്തരെ വരുത്തി ആ. ഒന്നാമത്തവനോട് ആ. നീ യജമാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആ. 100 കടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. താൻ ഒരു ഡിസ്കൗണ്ട് ഓഫർ ഇറക്കി. ശ്രദ്ധിക്കണം, താൻ എത്രമാത്രം അനീതിയുള്ള വ്യക്തിയാണ് വിചാരിക്കാൻ പറ്റുമോ തന്റെ ജോലി പോയി, ടെർമിനേഷൻ കൈ കിട്ടി. എന്നിട്ട് യജമാനന്റെ കടക്കാരനെ വിളിച്ച് യജമാനന് പിന്നെ നഷ്ടം ഉണ്ടാക്കുക. He has been terminated from his job. Yet he calls the debtors of his master and gives them discount. And the master is going to have further loss. Already കുറെ പണം അടിച്ചു മാറ്റി. ഇനി യജമാനന് ഞാൻ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ എന്നോട് പറയുക 50 തന്നാൽ മതി. അപ്പൊ യജമാനന് പിന്നെ നഷ്ടം ഉണ്ടാക്കാൻ പോവുക. എന്നിട്ടും യേശു പറയും ഇവരെ നോക്കി പഠിക്കും. That is why I said this is the toughest time. Despite all this cunningness and dishonesty that this manager has, Jesus, here it says, and the master commended, appreciated the dishonest manager because he acted shrewdly. He acted cleverly. അപ്പൊ ഈ വ്യക്തിയെ നോക്കി യേശുവെ ഞാൻ എന്താ പഠിക്കേണ്ടത്? ആദ്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. തന്നെ വിളിച്ചത് ഒരു ജോലി ചെയ്യാനാ. താൻ ആ ജോലി കരുതി ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ബാക്കിയൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമ്മളെ കർത്താവ് 7 കാര്യത്തിന് വിളിച്ചത് അത് വിശ്വസ്തയോട് ചെയ്താൽ മതി. സ്വർഗ്ഗത്തിൽ അത് നമ്മാക്കി കിട്ടുന്നത്. കാരണം ഈ വ്യക്തിയോട് തങ്ങൾ യജമാനൻ നീ കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നീതീകരിക്കുവാനൊന്നും നിന്നില്ല. താൻ ആ സമയം വലിയ നീതികളൊന്നും പറയാതെ വേറെ എഴുതിയും കൊണ്ടല്ലാതെ നമ്മളെ കർത്താവ് നമ്മൾ തെറ്റുകൾ കാണിക്കുമ്പോൾ കർത്താവിനോട് അതിനെ നമ്മളെ ഡിഫെൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഇന്ത്യ ഐഡിയ ശരിയോ ഐഡിയ മൊബൈലിലെ ക്യാപ്ഷനാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ അപ്പൊ ഈ ഐഡിയയെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുമോ ഇവരുടെ കൺവീനിയൻസ്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കണം. വായിക്കണം. ഈ അനീതിയുള്ള കാര്യവിചാരകൻ
ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വിളിച്ചു മക്കളേക്കാൾ ഈ ലോകത്തിലെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. വെളിച്ച മക്കളേക്കാൾ for the children of this age are more clever in dealing with their own generation than the children of light. വെളിച്ച മക്കളേക്കാൾ ബുദ്ധിമാനാണ് ഈ ലോകത്തിലെ ഈ ലോകത്തിലെ മക്കൾ. ഈ ലോകത്തിലോ അപ്പൊ വെളിച്ച മക്കളാരാ? നമ്മളാണ്. ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ആ വെളിച്ച മക്കൾ, നിങ്ങളെക്കാട്ടും ബുദ്ധി ആകുന്നുണ്ട് ഈ ലോകത്തിലെ മക്കൾക്ക്. അപ്പൊ നീ അവരെ നോക്കി പഠിക്കും. അപ്പൊ അങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിക്കണം. The children of this age are more shrewd in dealing with their own generation than the children of the light. ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ മക്കൾ അവന്റെ ചുറ്റുമുള്ള ഈ ജനറേഷനോട് ഡീൽ ചെയ്യുവാൻ, അവരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ, അവരെ കൈകളിൽ എടുക്കുവാൻ അവർക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയില്ല. നിങ്ങൾ വെളിച്ചത്തിൽ ജീവിക്കുന്നു, ആ വെളിച്ചത്തിൽ തന്നെ ജീവിച്ചു പോയാൽ മതി. ചിന്തിക്കണം, 15-ാം അധ്യായത്തിലല്ലോ നഷ്ടപ്പെട്ടു പോയ ആള്, നഷ്ടപ്പെട്ടു പോയ നാണയം, നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ യേശു പറയാ, മക്കളെ, ശിഷ്യന്മാരെ, ഈ ലോകത്തിലെ മക്കൾ അവരുടെ കൂടെയുള്ള ജനറേഷനെ അവരുടെ കയ്യിൽ എടുക്കുമ്പോ നിങ്ങൾ അതൊന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതം ഒന്ന് ജീവിക്കുക. അവൻ ഈ വ്യക്തി ചെയ്തതല്ല, തന്നെ ജോലിയിൽ പറഞ്ഞു, he has been fired from his job, he is going back, but this man, he is the child of this generation. ഈ ലോകത്തിലെ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ചെയ്തത് അവന്റെ ജനറേഷനുള്ള അവന്റെ കംപ്ലൈന്റ് പറഞ്ഞ ഈ കുട്ടികളോട് ക്ഷയിക്കാൻ ചെയ്തു. യേശു പറയാ, children of God have a concern to save the lost. നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടായി. കാരണം ഈ ലോകത്തിലെ മക്കൾ അവരുടെ ജനറേഷനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ നമ്മൾ വെളിച്ചത്തിൽ ജീവിച്ച് സന്തോഷിക്കുക, നമ്മുടെ ദീനി ശരിയാവുന്നു. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലാക്കുക. 9-ാം വാക്യം, അനീതിയുടെ മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. And I tell you, make friends for yourself by means of this honest wealth, so that when it is gone, they may welcome you into eternal homes. It's very confusing. യേശു ഈ വ്യക്തിയെ കുറിച്ച് പറയാം. ഈ വ്യക്തിയുടെ കയ്യിൽ എന്തുകൊണ്ട്? അനീതിയായ മാമോ. ഈ മാമോ യൂസ് ചെയ്തിട്ട് അവൻ അതിനു വേണ്ടി കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. നിങ്ങളുടെ കയ്യിൽ അനീതിയായുള്ള എന്തോ ഉണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരെ ഉണ്ടാക്കണമെന്ന് ആരോട് പറയാ? ശിഷ്യന്മാരോ. മനസ്സിലാക്കിയത്? നമുക്ക് പല റിസോഴ്സസ് നമുക്കുണ്ട്. God has given us many resources. നമ്മൾ ഉടനെ ചിന്തിക്കും, ഓക്കെ, എന്റെ ഏറ്റവും വലിയ റിസോഴ്സ് പറഞ്ഞോ. അതിവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കർത്താവ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, we have lots of resources with us. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സ് സമയം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ അവസരങ്ങൾ. ശ്രദ്ധിക്കണം, ഈ വ്യക്തി, this manager, he is dishonest. And what does he have in his hand? He has dishonest wealth. അനീതിയായ മാമോൻ ഇവന്റെ കയ്യിലുണ്ട്. ആ മാമോൻ വെച്ചിട്ട് ജീസസ് അവനോട് പറയാ, നല്ല കൂട്ടുകാരനാണ്. Jesus is telling to this manager, you have dishonest wealth in your hand. Use this wealth and make friends. നമ്മുടെ കയ്യിൽ ആക്കുവാണുണ്ടോ? നമ്മുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത്. Do we have dishonest wealth? No, we don't have. Then how can I make friends?
നിന്റെ കയ്യിൽ അനീതിയായ എന്തോ അത് വെച്ച് കൂട്ടുകാരുണ്ടാകും. അപ്പൊ എന്റെ കയ്യിൽ അനീതിയായ എന്തോ once again I'm saying, Jesus is telling this manager had dishonest wealth in his hand. He used that wealth to make good friends. We don't have dishonest wealth. Then how can I make friends? Make friends using whatever dishonest resource you have in your hand. നമ്മുടെ കയ്യിലുള്ള അനീതിയായ എന്തുണ്ട് അത് ഉപയോഗിച്ച് കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ ഉണ്ടോ? അവൻ ചോദ്യം ഇതാണ്, നമ്മുടെ കയ്യിൽ അനീതിയായ എന്തുണ്ട്? Is my question clear? What have I got with me which is dishonest? ശ്രദ്ധിക്കണം, ആരോടോ പറഞ്ഞേ? അപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ വചനം പറയാനൊന്നും പറയുന്നില്ല. I am not speaking anything apart from the word of God. So I want your undivided attention. Jesus is talking to the disciples. Pharisees അല്ല പറയുന്നത്, ശാസ്ത്രിമാരോടല്ല പറയുന്നത്, ശിഷ്യന്മാരോട് പറയുക. അനീതിയായ മാമോനെ ഉപയോഗിച്ച് നല്ല കൂട്ടുകാരുണ്ടാക്കിയോ? കർത്താവെ എന്റെ കയ്യിൽ അവരുടെ കൂട്ടത്തിൽ അനീതിയായ ഒരാളെ അന്ന് കഴിയുന്നത് ഈ കർത്താവ് ഉദ്ദേശിച്ചാണോ പറഞ്ഞ് നമുക്കറിയത്തില്ല. എങ്കിലും ബാക്കി ശിഷ്യന്മാർക്ക് അപ്പൊ നമ്മുടെ കയ്യിൽ അനീതിയായ എന്താ പറയുന്നത്? ആരോട് ചോദിക്കേണ്ടി? നമ്മളോട് ചോദിക്കണം. അപ്പൊ ഇവിടെ ഈ ഈശ്വരനായന്റെ കയ്യിലുള്ള റിസോഴ്സ് പണമാണ്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന റിസോഴ്സ് എന്താണ്? നമ്മൾ തന്നെ ആവാം. സമയമാണോ? നമ്മുടെ ദൈവം തന്നെ ടാലന്റാണോ? ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. ഈ അനീതിയായ വ്യക്തിയെ ഏൽപ്പിച്ച ജോലി എന്താ? യജമാനന്റെ പണത്തെ സൂക്ഷിക്കാൻ ഫൈനാൻഷ്യൽ മാനേജർ, ഫൈനാൻഷ്യൽ അഡ്വൈസർ, അക്കൗണ്ടന്റ്, ഫൈനാൻഷ്യൽ ഓഫീസർ എന്നതാ. ആ പൊസിഷൻ തനിക്ക് ലഭിച്ച ആ പൊസിഷനെ താൻ ഡിസോണസ്റ്റിയോടെ യൂസ് ചെയ്തു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്, ഒരു ജോലിയുണ്ട്, ഒരു ടാലന്റ് ഉണ്ട്, ഒരു സമയമുണ്ട്. അതിനോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാലന്റ് ഉപയോഗിച്ചു കൂട്ടുകാരൻ ഏതാ ടാലന്റ്? കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ടാലന്റ്. ശ്രദ്ധിക്കണം. Again I'm saying, this manager used the money with which he was dishonest and he made friends. Jesus is telling us, look at him and learn. അവൻ നോക്കി പഠിച്ചു. എന്തുവാ? കർത്താവേ അങ്ങ് എനിക്ക് തന്ന ഏതൊരു സോഴ്സാ അതിനോട് ഞാൻ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുകയും ആ അനീതി കാണിച്ച അതേ കാര്യം ഉപയോഗിച്ച് ഞാൻ കൂട്ടുകാരനെയാണ്, ഞാൻ ലോകത്തിൻ്റെയും. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ മക്കൾ അവരുടെ ജനറേഷനോട് അവരെ നേടുമ്പോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റും കൃപകളും ഒക്കെ വെറുതെ വേസ്റ്റാക്കി കളയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമ്മൾ പറയട്ടെ, പാടാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. പ്രസംഗിക്കാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. Whatever talent God has given us, use it to make friends. എന്തിനാണ് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിക്കണം. Why should I do that? It is written, so that when it is gone, they will welcome you into eternal homes. When it is gone, which is gone? ഈ മാമോ ഈ മാനേജറിനോട് പറയാ, ഇവൻ ഈ ഡിസോണസ്റ്റ് മണി വെച്ചിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കി. കാരണം ഒരു ദിവസം കാണാൻ നമ്മൾ പോകും, ആരും പോകില്ല, കൂട്ടുകാരെ പോകില്ല. Okay? So he's saying, when this dishonest wealth is gone, he will still have his friends to rely on. എന്താ അങ്ങനെ പറഞ്ഞത്? നല്ല കൂട്ടുകാരാരെന്ന് പറയാം. Who are good friends? നല്ല കൂട്ടുകാരാരാ?
നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് പല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അതിലെല്ലാം ക്വാളിറ്റിയും പറയാൻ സമയത്ത് ഒരു ക്വാളിറ്റി പറയാം, നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ കറക്റ്റ് ചെയ്യും. A good friend is one who, because of his extreme love for us, when we commit a mistake, he will rebuke us. നീ ചെയ്തത് തെറ്റിപ്പോയി, നീ പറഞ്ഞത് തെറ്റിപ്പോയി. കാരണം എനിക്ക് ചില ടാലന്റ് ഉണ്ടായിരുന്നു, അല്ലേ? ഈ വ്യക്തിക്ക് ഡിസോണസ്റ്റ് ആയ വെൽത്ത് കയ്യിൽ കൊണ്ട് ഇത് വെച്ച് അവൻ കൂട്ടുകാരെ നേടി. ഒരു സമയം വന്നപ്പോൾ ഈ പണം പോയി, കൂട്ടുകാരൻ കൂടെ ഉണ്ട്. അത് അർത്ഥം എന്താ അറിയാമോ? നമുക്കിപ്പം സമയം വന്നപ്പോൾ കൂട്ടുകാരുണ്ടാക്കിക്കോ. നമുക്കിത് ടാലന്റ് വന്നപ്പോൾ കൂട്ടുകാരുണ്ടാക്കിക്കോ. ഒരു ദിവസം ഈ സമയം പോകും, ഒരു ദിവസം പണം പോകും, ഇതെല്ലാം പോകുമ്പോൾ കൂട്ടുകാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൂട്ടുകാർ നമ്മുടെ കൂടെ നിന്ന് വചനം പറഞ്ഞിട്ട് ധൈര്യപ്പെടുത്തും. കൂട്ടുകാർ നമ്മുടെ കൂടെ മുട്ടയിലിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരൻ നേടണം. ഞാൻ ആദ്യത്തിലോ വന്നപ്പോ പറഞ്ഞ് ആദ്യ പ്രസംഗത്തിൽ ഓർക്കുന്നു, മേക്ക് പ്രേയർ പാർട്ട്നേഴ്സ്. പ്രേയർ പാർട്ട്നേഴ്സ്. ഞാൻ പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പണം ഉപയോഗിച്ചാൽ കൂട്ടുകാരെ ഉണ്ടാക്കേണ്ടത്. കർത്താവ് ഈ കള്ളനെ ഉപയോഗിച്ച് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുക. കർത്താവിനെ തന്ന ടാലൻസ്, സമയമാകട്ടെ, ഒരു വ്യക്തി എൻകറേജ് ചെയ്യാനുള്ള ടാലന്റ് ആകട്ടെ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുള്ള ടാലന്റ് ആകട്ടെ, എന്തോ ടാലന്റ് ആകട്ടെ, അത് ഉപയോഗിച്ച് കൂട്ടുകാരെ ഉണ്ടാക്കണം. Okay, we'll quickly finish verse number 10 വായിക്കാം. അത്യന്തത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. Practical. Jesus is now going to the practical aspects. Number one, he says, whoever is faithful in very little is faithful also in much. യേശു പറയാ, ഈ വ്യക്തി പണത്തോട് വിശ്വസ്തത കാണിച്ചെങ്കിൽ യജമാനത്തിന് വേറെ പലതും കൊടുത്തേനെ. അത് ശ്രദ്ധിക്കണം. എന്ത് എഴുതിക്കാൻ? വായിക്കണേ. അത്യന്തത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അപ്പൊ ഈ വേറെ ലിറ്റിൽ എന്തൊക്കെയാണ്? Jesus is saying, he who is faithful in very little will be faithful in much. അപ്പൊ ഇവിടെ very little എന്തിനാ വിളിച്ചേക്കെന്ന് അറിയാമോ? അനീതിയായ മാമോനെ. Jesus is saying wealth is the least. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് യേശു വിളിക്കുന്നത് ലീസ്റ്റ്. നമ്മൾ അതിനുവേണ്ടി ഓടുന്നത് രാവും പകലും നമ്മൾ ഓടുക. എന്തിനാ? നമ്മുടെ ബാങ്കിൽ അയച്ച കഴിയുമ്പോൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും യേശു പറയുന്നു, അത് നോക്കുമ്പോൾ തന്നെ കർത്താവ് എന്റെ ദൃഷ്ടിയിൽ അത് ലീസ്റ്റാണ്. എങ്കിലും യേശു ലീസ്റ്റ് വിളിക്കുന്ന ഈ പണത്തോട് വിശ്വസ്ത കാണിച്ചാൽ കർത്താവ് വേറെ പലതും തരും. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ചെറിയ ടാലന്റ് ഒന്നും ആശ്രയം, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്കിത് മാത്രം ചെയ്യാൻ അറിയാം, ആ ചെയ്യാൻ അറിയുന്ന കാര്യത്തിൽ വിശ്വസ്ത കാണിച്ചാൽ കർത്താവ് വേറെ പലതും തരും. Whatever resource God has given in your hands, be honest and faithful to that. God will give you much. Okay, number one. Another, and he that is unjust in the least is unjust also in much. എനിക്ക് ദൈവം തന്ന ഏറ്റവും ചെറിയതാണ് വലുതായിക്കോട്ടെ, ഞാൻ അതിൽ വിശ്വസ്തത കാണിച്ചോ കർത്താവ് എന്നോട് പറയും, നീ ഒരു കാര്യത്തിലും വിശ്വസ്തനാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലീസ്റ്റുള്ള പണം പോലും തരുന്നില്ല, പിന്നെ ബാക്കിയൊന്നും തരുന്നില്ല. If you are dishonest in this least, you are not going to be honest in anything else. If then you have not been faithful with the dishonest wealth, who will entrust you with true riches? അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ പറഞ്ഞത് ഈസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. മാമോനെ എന്തോ വിളിച്ചിരിക്കുന്നത് അനീതിയായ. ഞാനൊരു വാക്യം ഒന്ന് കടന്നു പറഞ്ഞാൽ തെറ്റിദ്ധരിക്കല്. കർത്താവായ മോനെ, ആഴ്ച അവസാനിക്കുമ്പോൾ നിന്റെ ബാങ്കിൽ വരുന്ന നിന്റെ സാലറിയെ ഞാൻ വിളിക്കുന്നത് അനീതിയായോ? അയ്യോ കർത്താവ് ചന്തു ഓടിക്കും. ഞാനല്ല കർത്താവാ പറയുന്നത്, വെരി ലീസ്റ്റ്. അതുകൊണ്ട് അവർ
അനീതിയായ മാമോൻ ഉപയോഗിച്ചിരിക്കുന്നത്. Okay, so it's saying, if you therefore have not been faithful in the unrighteous man, who will commit you the true riches? അത് മലയാളത്തിൽ നിങ്ങളെ ആര് അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ബലി- സത്യമാണ്. അപ്പം ഈ സത്യമായത് എന്താ? ഡിഫറൻസ് മനസ്സിലാക്കി. You are not faithful in that unrighteous man, who will entrust the true riches? അപ്പോൾ true riches ഏതാ? ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ കൂട്ടുകാരൻ. ശ്രദ്ധിക്കണം, ഇത് വെച്ചിട്ട് ആരെയാണോ? കൂട്ടുകാരനാണോ? എന്തിനാ? ഒരു ദിവസം ഈ ആനന്ദ് പോകുമ്പോ, പാടാൻ ശബ്ദമില്ലാതിരിക്കുമ്പോ, പ്രസംഗിക്കാൻ കഴിവില്ലാതിരിക്കുമ്പോ ഈ കൂട്ടുകാരനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ കർത്താവ് പറയാ, നിനക്ക് ഞാൻ ലീസ്റ്റ് നിന്റെ ദൃഷ്ടി പണം മാറ്റി വെച്ചേക്കാം. ഞാൻ പണത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നിനക്കറിയാം, അത് മാറ്റി വെക്കാം. ഇതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൃഷ്ടിയിൽ ഞാൻ ഡിസോണസ്റ്റ് ആയിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, എന്റെ ശുശ്രൂഷാകട്ടെ, എന്റെ സമയമാകട്ടെ, എന്റെ ടാലന്റ് ആകട്ടെ, ഇതിനോട് ഞാൻ വിശ്വസത കാണിച്ചില്ലെങ്കിൽ കർത്താവ് എനിക്ക് ഫ്രണ്ട്സിനെ നൽകുന്നില്ല. കാരണം കർത്താവിനറിയാം, ഇവരെ കൊണ്ട് ഈ ഒരു ടാലന്റ് തന്നെ ഇവന്റെ വിശ്വസ്തനാണ്. പിന്നെ എങ്ങനെ കൂട്ടുകാരെ കൊടുക്കുന്നത്? അവൻ അവിടെ എങ്ങനെ വിശ്വസ്തനാവും? പെട്ടെന്ന് കമ്പങ്ങളുടെ വാക്യം, അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർത്തരും. ഓക്കെ, അന്യമായത് വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർത്തരും. അപ്പൊ ഈ അന്യമായത് ഏതാ? മാമോ. സ്വന്തമായത് ഏതാ? ഇത് എന്റെ പൈസ എന്ന് പറഞ്ഞ് ഞാനിരിക്കുക, എന്റെ ബാങ്ക് ബാലൻസ് ഞാനിരിക്കുമ്പോ കർത്താവ് പറയുക, അത് അന്യന്റെ. നിന്റെ സ്വന്തം എന്തുവാ? കൂട്ടുകാരൻ. കർത്താവ് എന്തോ പ്രസംഗം, ഇത് എന്റെ പാട്ട്. കർത്താവ് ഒന്ന് മോനെ, ഇതൊന്നുമല്ല സത്യം. ഓ, ഇങ്ങനെ ഹൃദയത്തിൽ 11 വാക്യം വായിച്ചു. 13 വാക്യം, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിയും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവ് പറയുന്നത് ഇത്രയാണ്. ലാസ്റ്റ് കർത്താവ് വന്ന് മെയിൻ പോയിന്റ് വന്നു, നിനക്ക് കർത്താവിനെയും മാമോനെയും സേവിക്കണം. കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ കർത്താവിനെ വിളിക്കണം എന്റെ ദൈവം. പണത്തെ എന്റേത് വിളിച്ചോ, കർത്താവിനൊക്കെ എന്റെ കയ്യിലോട്ട് ഞാൻ നിന്റെ അല്ല. ഞാൻ നിന്റെ ആകണമോ? ഈ പണത്തെ അന്യനും ദൈവത്തെ സ്വന്തം എന്നാണ്. This is what Jesus is saying. You cannot serve two masters. You cannot serve God and you cannot serve wealth. Because in the previous verses, Jesus is saying, in the sight of Jesus, this wealth, it does not belong to us. Then what belongs to us? God belongs to us. പോലെ നീതിയായ ദൈവം നമ്മുടെ പാറയും ഈ പാറയും കൊണ്ടുണ്ടാക്കിയ നമ്മുടെ കോട്ടയും. ഈ കോട്ടയായ ദൈവം നോക്കി പറഞ്ഞു, You are mine. I am yours. കർത്താവേ, അങ്ങ് എന്റെയും ഞാൻ ദൗത്യമാകുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. ശ്രദ്ധിക്കണം, ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ടാലൻസും എല്ലാ റിസോഴ്സസും ഒരു ദിവസം തീരും. തീരാത്തതുണ്ടെങ്കിൽ കർത്താവിന്റെ സ്നേഹം. Can we close our eyes and look to the Lord? Everything else that we have in our life will get over one day. The only thing that will never end is the love of God. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലോ, കഷ്ട
കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യന രാജാവൻ കൂട്ടാളിയാണ്. എന്നീ ഭാരങ്ങൾ എന്നീ ആകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാടുപാടും. എന്നീ ഭാരങ്ങൾ എന്നീ ആകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാടുപാടും. നമുക്കൊന്ന് പ്രതികരിക്കാം. Respond to the word that we heard today. ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വചനം, ഈ ഉപമ നമ്മളോട് വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു. സമയത്ത് നമുക്ക് റിപ്പീറ്റ് ചെയ്യും. I'm not going to repeat all those things. But this word has spoken to you. ഈ വചനം എന്നോട് സംസാരിച്ചു. കർത്താവേ, ഒരു ഡിസോണസ്റ്റായ ഒരു മാനേജറിനെ എന്റെ മുമ്പിൽ വെച്ച് കർത്താവിനോട് പറയുന്നത്, കർത്താവിനോട് പറയുന്നത് ഇവനെ നോക്കി പഠിക്കും. ഒരു കാരണം നോക്കി ഞാൻ എന്നെ പഠിക്കേണ്ട കർത്താവെ എന്നോട് പറയുമ്പോൾ കർത്താവ് നമ്മളെ പലതും പഠിപ്പിച്ചു. നമ്മുടെ കർത്താവ് സ്നേഹം എത്ര ഉണ്ട്. ഒരു കണ്ണനെ കാണിച്ച് നമ്മൾ എത്ര കാര്യങ്ങൾ പഠിപ്പിക്കും. ആലോചനത്തോട് പ്രതികരിക്കണം. കർത്താവെ, അങ്ങ് വചനത്തിൽ എന്നോട് സംസാരിച്ചതുപോലെ ജീവിക്കുമോ? അടുത്ത കൃപാകരണമേ എന്ന് പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കണം. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കാം. ഏതൊക്കെ വലിയ കാലമാണെങ്കിലും ഒരു ദിവസം അതിന് അക്കൗണ്ട് കൊടുക്കണം. നമ്മൾ എത്ര വലിയ പ്രസംഗനായാലും, എത്ര വലിയ പാഠ്യകാരനായാലും, എത്ര പഴയ വിശ്വാസിയായാലും ഒരു ദിവസം നമുക്ക് കണക്ക് കൊടുക്കാം. യജമാനന്റെ മുമ്പിൽ കണക്ക് കൊടുക്കുമ്പോൾ when we have to give an account before the Lord, we are big and high. ഈ വചനത്തിന് മുമ്പിൽ സ്വതന്ത്രം ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാറി ചേർത്ത് വെക്കാമോ? If you would say, Father, thank you for this word. I surrender myself before this word. Help me to follow your word. And you want me to pray for you? Can you please keep your hand on your chest? So, പിതാവേ, ഈ സന്ദേശങ്ങൾ ഈ ഉപമയിലൂടെ ഞങ്ങൾ പഠിപ്പിച്ച ആഴമേറിയ ആലോചനകൾക്ക് ആയിസ്തോ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു ഉപമയിൽ നിന്ന്, അനീതിയായ ഒരു വ്യക്തിയിൽ നിന്ന് നീതിയായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കാണിച്ച കൃപയ്ക്ക് ആയിസ്തോ. അത്ര ആഴമായ സ്നേഹത്തിന് ആയിസ്തോ. ജീവിതത്തിന്റെ അന്ത്യത്തിൽ കർത്താവേ, അവരുടെ മുമ്പിൽ കണ്ടു കൊടുക്കുവാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കണക്ക് ശരിയായിരിക്കുവാൻ ദൈവം സഹായിക്കും. May our account be acceptable in your sight on that great day. To that extent we humble ourselves. ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരാഴ്ചകാലം ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. പ്രത്യേകിച്ച് ഇവരുടെ കർത്താവ് ഞങ്ങൾ സൂക്ഷിക്കണം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ, ജോലികൾക്ക് പോകുമ്പോൾ, ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ ദൈവസ്ഥാനത്തിൽ കൂടെ പോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതോട് കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.